Hello friends, good morning. Today we are going to shift our session to a different topic. So far we have been discussing about how to make suggestions, how to give instructions, directions. നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ നൽകാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. റൈറ്റ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി അതിനെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് സ്വയം ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ റിയൽ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അത്തരം സിറ്റുവേഷൻ ആവശ്യമുള്ള സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ യു ഹാവ് ടു യൂസ് ദിസ് ആൻഡ് യു ഹാവ് ടു ഇന്ററാക്ട് വിത്ത് അതേഴ്സ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ് വെൽ. ഇത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഉണ്ടാക്കി വെച്ച് നിങ്ങൾ മനസ്സിലത് പറയുകയും ഉടനെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് യൂസ് ചെയ്യുക. മാത്രമല്ല, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഇൻ സ്പീക്കിംഗ്. ദെൻ ഓൺലി യു ക്യാൻ ഡെവലപ്പ് യുവർ സ്പീക്കിംഗ് സ്കിൽ. സ്പോക്കൺ കപ്പാസിറ്റി ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. യു ഹാവ് ടു പ്രാക്ടീസ് ഇൻ സ്പീക്കിംഗ്. സ്പീക്കിങ്ങിൽ പ്രാക്ടീസ് ചെയ്യാം. റൈറ്റിങ്ങിലാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത്? യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു കൺസ്ട്രക്ട് സെന്റൻസസ്. യു ഹാവ് ടു കൺസ്ട്രക്ട് ഇൻസ്ട്രക്ഷൻസ്, ഡിറക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഡിറക്ഷൻസ് റിയൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെയിലി പ്രാക്ടീസ്. പറഞ്ഞല്ലോ, നിങ്ങൾ ഡെയിലി കുറച്ച് സമയം മാറ്റി വെച്ച് ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ റിട്ടൺ സ്കിൽ, അതിൽ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. സ്പോക്കൺ സ്കില്ലാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടെങ്കിൽ സ്പീക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. സോ simple situations, simple vocabulary we are using, and we are shifting this vocabulary to various situations. ആണ് നമ്മൾ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സെയിം സെന്റൻസസ്, സെയിം vocabulary we are going to shift to how to make simple request. സിമ്പിൾ റിക്വസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അത് തന്നെ നമ്മൾ പുതിയ സിറ്റുവേഷൻ അല്ല, നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, 2 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത സെയിം വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, റിക്വസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ജസ്റ്റ് ഈ സ്ലൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കുക. ഇപ്പോൾ ഗോ ടു ഒരാള് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയുള്ള, അവിടെ നിന്ന് എങ്ങനെ അദ്ദേഹത്തിന് രാമനാട്ടുകര എത്തണം എന്നതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലോ എങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഡിറക്ഷൻസ് കൊടുക്കുക, മറ്റൊരാളെ ഇങ്ങനെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് അയാളെ ഗൈഡ് ചെയ്യൽ എങ്ങനെയാണ്, ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. ഇതുപോലെ സെയിം ഒരു സിമ്പിൾ ആയിട്ടുള്ള വേറെ സിനാറിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഗോ ടു ദ ബസ് സ്റ്റോപ്പ്, വെയിറ്റ് ഫോർ ദ ബസ് ടുവാർഡ്സ് കോഴിക്കോട്. ജസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോവുക, കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സിമ്പിൾ സെന്റൻസസ് ആണ്. ഇതിൽ നമ്മൾ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ വേർഡ്സ് ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചതിനെ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഉറപ്പിക്കും കൂടെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഒന്നിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം വെയിറ്റ് ഫോർ ദ ബസ് ടുവാർഡ്സ് കോഴിക്കോട്, കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ഗെറ്റ് ഇൻ ടു ദ ബസ്, ബസ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, നമ്മൾ ഗെറ്റ് ഇൻ ടു ദ ബസ്, ബസ്സിൽ കയറുന്നു. ദെൻ കയറുക, ഇതാണ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം കേട്ടോ. പേ 30 rupees ഫോർ ദ ടിക്കറ്റ്. ടിക്കറ്റ് എടുക്കാൻ 30 രൂപ കൊടുക്കുക. കണ്ടക്ടർ അടുത്ത് കൊടുക്കേണ്ട കാര്യം, നമ്മൾ ആക്ഷൻസ് മാത്രം അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിൽ ട്രാവൽ ചെയ്യുന്നു. ദെൻ ഗെറ്റ് ഡൗൺ അറ്റ് രാമനാട്ടുകര, രാമനാട്ടുകരയിൽ നിങ്ങൾ ഇറങ്ങുക. ഗെറ്റ് ഡൗൺ എന്നതിന് പകരം എലൈറ്റ് എന്ന വേർഡും വേണം യൂസ് ചെയ്യാം. സോ സിമ്പിൾ വേർഡ്സ് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ അവർ ഡെയിലി കോൺവെർസേഷൻ, അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇതിനെ
ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് സെയിം സെന്റൻസസിനെ നമ്മൾ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതിന് നിങ്ങൾ സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ആഡ് ക്യാൻ യു പ്ലീസ്. ഇപ്പൊ ഞാൻ ഇവിടെ ടൈറ്റിലിൽ നൽകിയിട്ടുണ്ട് ക്യാൻ യു പ്ലീസ്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റുമോ, നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ക്യാൻ യു പ്ലീസ് ഗോ ടു ദ ബസ് സ്റ്റോപ്പ്, ക്യാൻ യു പ്ലീസ് വെയിറ്റ് ഫോർ ദ ബസ് ടുവാർഡ്സ് കോഴിക്കോട്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടുവാർഡ്സ് കോഴിക്കോട്. ഗെറ്റ് ഇൻ, ക്യാൻ യു പ്ലീസ് ഗെറ്റ് ഇൻ ടു ദ ബസ്, ഒന്ന് അങ്ങോട്ട് കയറൂ, ബസ്സിലേക്ക് കയറൂ. ക്യാൻ യു പ്ലീസ് പേ 30 rupees ഫോർ ദ ടിക്കറ്റ്, ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഒരു 30 രൂപ കൊടുക്കാമോ. ഇത് നമ്മൾ ഒരു റിക്വസ്റ്റിലേക്ക് സെയിം സെന്റൻസിനെ, സെയിം ഇൻസ്ട്രക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് സെയിം സെന്റൻസിന്റെ മുന്നിൽ ക്യാൻ യു പ്ലീസ് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചത്? യു കൺസ്ട്രക്റ്റഡ് എ നമ്പർ ഓഫ് റിക്വസ്റ്റ്. കുറെ റിക്വസ്റ്റുകൾ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥനകൾ അപ്പൊ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ജസ്റ്റ് ലുക്ക് അറ്റ് ദോസ് സെന്റൻസസ് ആൻഡ് യു ജസ്റ്റ് ആഡ് ക്യാൻ യു പ്ലീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഇൻസ്ട്രക്ഷൻസിന്റെ മുമ്പിൽ ജസ്റ്റ് ക്യാൻ യു പ്ലീസ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രം നമ്മൾ ചെയ്യുന്നത്. ദെൻ ദോസ് ഇൻസ്ട്രക്ഷൻസ് വേർ കൺവേർട്ടഡ് ഇൻ ടു റിക്വസ്റ്റ്സ്. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സിനാറിയോസിൽ, സിറ്റുവേഷൻസിൽ ആവശ്യമുള്ള വേർഡ്സിനെ കളക്ട് ചെയ്യുന്നു, നിങ്ങൾ എഴുതി വെക്കുന്നു, ഇതുപോലെ നിങ്ങൾ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നു. വെൻ യു ആർ കൺവേഴ്സിങ് വിത്ത് യുവർ ഫ്രണ്ട്, നിങ്ങൾ ഇത് ഡെയിലി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് ഇത്തരം സംഗതികൾ സ്പീക്ക് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വേദി കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗോ മൈൽസ് ഇൻ യുവർ പ്രാക്ടീസ് വെരി ഈസിലി. മൈലുകളുള്ള യാത്ര നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഡെയിലി പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പല സിറ്റുവേഷൻസ് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ ആവശ്യമുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ഒരാൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ കുറച്ച് ഇതുപോലെ എഴുതി വെക്കുക. ഇപ്പൊ എനിക്കൊരു ഷർട്ട് വാങ്ങണം. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, ജസ്റ്റ് ഗോ ടു ദ ടെക്സ്റ്റൈൽ ഷോ, അവിടെ പോവുക. ഇതുപോലെ ഉള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകുക, അത് എഴുതി ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ ക്യാൻ യു പ്ലീസ് അതിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് റിക്വസ്റ്റുകൾ കൺസ്ട്രക്ട് ചെയ്യാം, ഉണ്ടാക്കുക. മനസ്സിലായോ? ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ഇത് ചെയ്യാൻ മറക്കരുത്. പലപ്പോഴും നമ്മൾ ലൈവായിട്ട് 1-to-1 കമ്മ്യൂണിക്കേഷൻ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ചെയ്യാതെ വന്നാൽ ഇതിന്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം നിങ്ങൾ അതിന് കുറച്ച് സമയം ഇരുന്ന് അത് ചെയ്യണമെന്ന്, നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളോട്. Can you please invest your time, a few minutes, for constructing these kinds of requests? ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതുപോലെയുള്ള റിക്വസ്റ്റുകളെ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ കുറച്ച് ആക്ഷൻ വേർഡ്സ്, നിങ്ങൾക്ക് വേർഡ്സ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ബാർഡ് അഥവാ ഇപ്പോ അതിന്റെ പുതിയ പേര് ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോമാണ് ജെമിനി. ഇപ്പൊ ജെമിനിയിൽ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കാണിക്കാം. ഞാൻ ടൈപ്പ് ചെയ്തത് ഇതാണ്. കണ്ട, കുറച്ച് കോമൺലി യൂസ്ഡ് ആക്ഷൻ വേർഡ്സ് എനിക്ക് തരാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അതിന് എനിക്ക് കിട്ടിയ ആൻസേഴ്സ് ആണ് നിങ്ങൾ മുമ്പിൽ ഇപ്പൊ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൺ. ഇപ്പൊ റൺ വെച്ചിട്ട് നമുക്ക് എത്രയോ സെന്റൻസുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? ടോക്ക്. നൗ ദേ ആർ ടോക്കിംഗ് ടു ദെയർ ഫ്രണ്ട്സ്. കണ്ടില്ലേ നിങ്ങൾ അതിന്റെ പിക്ചർ സഹിതം
വിത്ത് ഇല്ലസ്ട്രേഷൻ എന്ന് കൊടുത്താൽ അതിന്റെ പിക്ചർ വരെ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ദാറ്റ് ബോയ് ഇസ് റീഡിങ്, ഹി റീഡ്സ്, റൈറ്റ്സ്, കണ്ട, റീഡ്, റൈറ്റ്. ഇതുപോലെ നമുക്ക് ഒരുപാട് സെന്റൻസുകൾ അതിനെ എങ്ങനെയൊക്കെ സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നൊരു എക്സാമ്പിൾ വരെ ഇവര് നമുക്ക് തരികയാണ്. കണ്ടില്ലേ? ഈ കുട്ടി ഇപ്പൊ എന്താ ചെയ്യുന്നത്? ജമ്പ് ചെയ്യുന്നു, ക്ലൈംബ്, കണ്ടില്ലേ? ക്ലൈംബിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രാൻസ്ലേഷനിലേക്ക് പോവേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഒരു പിക്ചറായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, മാത്രമല്ല നിങ്ങൾ എന്ത് കൊടുത്താലും കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാനാണെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഈ ജെമിനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്ത്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇത്തരം AI പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമയം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, if you want to improve on a daily basis, if you practice on a daily basis, definitely you are going to improve little by little on a daily basis, and this little things will add on to your skill, and you are unknowingly, unconsciously you are improving day by day. ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. സോ ക്യാൻ യു പ്ലീസ് ഷോ സം ഇൻട്രസ്റ്റ്, ക്യാൻ യു പ്ലീസ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. നമുക്ക് തുടർന്ന് വരുന്ന സെഷനുകളിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അതുപോലെ എങ്ങനെ ഇഫക്റ്റീവായി നമുക്ക് സ്വയം ലാംഗ്വേജിനെ കൺസ്ട്രക്ട് ചെയ്യാം, അതിനെ പ്രാക്ടീസ് ചെയ്യാം എന്ന കാര്യങ്ങളിലൂടെയൊക്കെ പോകാം. ഏതായാലും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം വരുന്നത്. കൂടുതൽ ആക്റ്റീവ് ആവുക, റെസ്പോൺസീവ് ആവുക. പ്ലീസ് ഷോ യുവർ കമന്റ്സ് ആൻഡ് ഓൾസോ ഷെയർ ദീസ് വീഡിയോസ് ഫോർ യുവർ ഫ്രണ്ട്സ് ആസ് വെൽ ആസ് ആൻഡ് ഓൾസോ ജസ്റ്റ് remember to subscribe the channel if you have not yet done. നിങ്ങൾ ഈ ചാനലിൽ every alternate days I am uploading one videos, and please encourage me with your support. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സെഷനിൽ. താങ്ക് യു സോ മച്ച്.